സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ക്രൈസ്തവ സഭകൾ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ ചേർന്ന ഓർത്തഡോക്സ് സഭ KCBC അടിയന്തര കൂടിക്കാഴ്ച അവസാനിച്ചു. കോട്ടയം ദേവലോകം അരമനയിൽ വെച്ച് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത്. ബാറുകളുടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ചതിൽ പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് കടക്കില്ല എന്ന് KCBC മദ്യവിരുദ്ധ സമിതി വ്യക്തമാക്കി. സർക്കാരിന്റെ പുതിയ നയം ശരിയല്ല എന്നാണ് സഭകളുടെ നിലപാട്. സർക്കാരിന് ഭീമഹർജി നൽകുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി അധ്യക്ഷൻ പ്രസാദ് കുരുവിള പറഞ്ഞു. ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് ചിന്തിക്കുവാൻ വേണ്ടി എല്ലാ സമുദായ വിഭാഗം എല്ലാ മതസ്ഥരങ്ങളും കൂട്ടിയുള്ള സംവിധാനം ഓൾ കേരള ലെവലിൽ ഗൗരവമായിട്ട് ചിന്തിക്കണമെന്നാണ് ബാവ തിരുമേനി ഒന്ന് സൂചിപ്പിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ വലിയ വലിയ സമരമാർഗങ്ങളിലേക്ക് പോകുന്നേക്കാൾ നല്ലത് സർക്കാരിൻ്റെ വരുമാനം കുറയ്ക്കുക എന്നുള്ള. സർക്കാരിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ തിരുമേനി ഉദ്ദേശിച്ചത് എല്ലാ വരുമാനം കുറയ്ക്കുക എന്നുള്ളതല്ല, ഈ മദ്യത്തിൻ്റെ വരുമാനം കുറയ്ക്കുക. അതിന് ഏറ്റവും ഉപയുക്തമായ കാര്യമെന്ന് പറയുന്നത് മദ്യപിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടുന്ന രീതിയിൽ കേരള സംസ്ഥാനത്തുടനീളം എല്ലാ സഭകളും എല്ലാ സമുദായങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചില പരാതികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സമയമാറ്റത്തിൽ പിന്നോട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ശരിയായൊരു നിലപാടെടുത്താൽ യുക്തിസഹമായൊരു നിലപാടാണെങ്കിൽ അത് വിവാദവും കോലാഹലവും ബഹളവും ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് സർക്കാർ നടപ്പാക്കാതിരിക്കില്ല. കാരണം സർക്കാരിൻ്റെ നടപടികൾ സുതാര്യമാണ്. ഒരു കാര്യം മറച്ചുവെക്കാനില്ല. നേരെ വാ നേരെ പോ എന്നതാണ് സമീപനം. സ്ഥാപിത താല്പര്യമില്ലാത്ത സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാത്ത എല്ലാവരും സർക്കാർ നടപടിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ നിന്ന് വലിയ സ്വീകാര്യതയും പിന്തുണയും സർക്കാർ നടപടിക്ക് കിട്ടി. അഖിൽ കെയും സജോ ദേവസയും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യം അഖിലിലേക്ക്. അഖിൽ, സങ്കടമുണ്ട്, പക്ഷെ സമരത്തിനില്ല. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഒരു സമ്മർദ്ദ ശക്തിയായൊക്കെ പ്രവർത്തിക്കാൻ തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം KCBC മദ്യവിരുദ്ധ സമിതി അംഗങ്ങളൊക്കെ തന്നെ എത്തി ഈ കത്തോലിക്ക ബാവയെ കണ്ട് കൂടിക്കാഴ്ച നടത്തി. അതിൽ അദ്ദേഹമാണ് അത്തരത്തിലൊരു കാര്യം വെച്ചത്. പരസ്യ പ്രതിഷേധങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. എന്തായാലും മറ്റെല്ലാ ക്രൈസ്തവ സഭകളെയും കൂടി, അതായത് എല്ലാ സമുദായങ്ങളെയും സഭകളെയും ഒക്കെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഒരു സമ്മർദ്ദ ശക്തിയെ പ്രവർത്തിക്കാനുള്ള നീക്കത്തിലേക്കാണ് എന്തായാലും KCBC അതുപോലെ തന്നെ ഇന്ന് കത്തോലിക്ക ബാവ നടത്തിയ കൂടിക്കാഴ്ചയിലും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞ് വലിയ വിയോജിപ്പ്, പൂർണ്ണമായ വിയോജിപ്പ് ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് ഇല്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മദ്യത്തിന്റെ മദ്യം വാങ്ങുന്നതിന് ആളുകളെ പിന്തിരിപ്പിക്കുക, സർക്കാരിന്റെ വരുമാനം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും പിറകോട്ട് പോകണം എന്നൊരു സമ്മർദ്ദം ചെലുത്തുക. ഒപ്പം തന്നെ എല്ലാ സമുദായിക സംഘടനകളിൽ നിന്നുമുള്ള അതുപോലെ തന്നെ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള പ്രതികളുമായിട്ടുള്ള വരുന്ന വിശ്വാസികളും അതുപോലെ തന്നെ അതിന് മുന്നോട്ട് നിൽക്കുന്ന നേതാക്കളുമായിട്ടുള്ളവരെയൊക്കെ തന്നെ ഒരു വലിയ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് വലിയൊരു നിവേദനം, അതായത് ഈ നിലപാടിൽ നിന്നും പുറകോട്ട് പോകണം, ബാറുകളിൽ സമയക്രമീകരണം 2 മണിക്കൂർ കൂട്ടത്തിലും പുറകോട്ട് പോകണമെന്ന് കാട്ടിക്കൊണ്ടുള്ള വലിയ ഒരു നിവേദനം നൽകാനും ഒപ്പം തന്നെ മുന്നണികൾക്ക് ഇത്തരത്തിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു മുന്നണികൾക്കും ഒരു നിവേദനം നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോകും. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ നിവേദനം നിങ്ങൾ കൈമാറും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതായത് കൃത്യമായി വിയോജിപ്പ് ആവർത്തിച്ച് എല്ലാ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും നേതാക്കന്മാരും അത് മേലധ്യക്ഷന്മാരും ഒക്കെ തന്നെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. പല പിതാക്കന്മാരും ഈ കാര്യം പരസ്യമായി തന്നെ തുറന്നടിച്ച് പറയുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ദേവലോകം അരമനയിൽ KCBC അതുപോലെ തന്നെ കത്തോലിക്ക ബാവയും ചേർന്നുകൊണ്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ കൂടിക്കാഴ്ചയിൽ ഒരു പ്രതിഷേധങ്ങളിൽ പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സർക്കാരിന് മേലൊരു സമ്മർദ്ദം, സർക്കാരിന് മേലൊരു സമ്മർദ്ദ ശക്തിയായി നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എന്തായാലും ഇന്ന് ചേർന്ന ആ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. സർക്കാരിലേക്ക് ഒരു നിവേദനം അടിയന്തരമായി നൽകാൻ തീരുമാനം എടുത്തിരിക്കുന്നു. ഒരു ഭീമഹർജി നൽകുക എന്നുള്ളതാണ് തീരുമാനം. മദ്യലഭ്യത നിർത്തലാക്കണം, അതിനുള്ള സാധ്യത ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ സാമുദായിക സംഘടനകളെയൊക്കെ സമവായത്തിലേക്ക് എത്തിച്ചേർത്തുകൊണ്ട് അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഭീമഹർജി കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്കും ഒരു നിർദ്ദേശം മുന്നിട്ട് വെക്കാം. സഭാംഗങ്ങൾ മദ്യ വ്യവസായത്തിൽ നിന്നും വ്യാപാരത്തിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കണം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുകയാണ് എങ്കിൽ അതും നന്നായിരിക്കും, അല്ലേ? ഇനി സജോ ദേവസ്യ കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സജോ, പക്ഷേ ഈ പരാതികളും പരിഭവങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും സമരപ്രഖ്യാപനവും ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഒരു പക്ഷേ അതിനിടയിലും സർക്കാർ പിന്നോട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സർക്കാർ പിന്നോട്ട് പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് ആവർത്തിച്ച് എക്സൈസ് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. അന്നും അങ്ങനെ ഒരു തീരുമാനം നല്ലതുപോലെ ആലോചിച്ച് തന്നെ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്തതാണ്. അതിന് മിന്നൽ വേഗം ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയായിരിക്കെ തന്നെ. പക്ഷേ ഈ വിഷയത്തിൽ കാര്യമായ രാഷ്ട്രീയ എതിർപ്പുകൾ ഇപ്പോൾ നേരിടുന്നില്ല എന്നൊരു വിലയിരുത്തലിലാണ്
ഇപ്പോൾ സർക്കാർ ഉള്ളത്. രാഷ്ട്രീയ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനും അപ്പുറത്തേക്ക് കടുത്ത പ്രതിഷേധങ്ങളെ സർക്കാരിന് നേരിടേണ്ടി വന്നില്ല എന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇവിടെ തന്നെ കാണേണ്ടത് വിവിധ ക്രൈസ്തവ സഭകൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പൊക്കെയുണ്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആരും തന്നെ കാര്യമായ കടുത്ത പ്രതിഷേധം, പ്രത്യേകിച്ച് സിറോ മലബാർ സഭ ഔദ്യോഗികമായി സഭാ നേതൃത്വം ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ലെന്ന് ശ്രദ്ധേയമാണ്. KCBCയുടെ തലപ്പത്തിരിക്കുന്ന ആരും ഇക്കാര്യത്തിൽ കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. മദ്യവിരുദ്ധ സമിതി എന്നൊരു സംഘടനയുണ്ട്, ഒരു ഉപസമിതിയുണ്ട്. അവർക്ക് ആ അഫിലിയേറ്റഡ് സംഘടന മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധവും അവരുടെ നിലപാടുകളും ഒക്കെ വ്യക്തമാക്കിയത്. മറ്റു ചില സഭാ അധ്യക്ഷന്മാർ എന്നതിനപ്പുറത്തേക്ക് ചില രൂപതകളുടെ അധ്യക്ഷന്മാരും ചില പ്രതികരണങ്ങൾ വ്യക്തമാക്കി. എതിർപ്പുണ്ട്, പക്ഷേ പ്രധാന ചുമതലകൾ വഹിക്കുന്നത് KCBCയുടെ ഔദ്യോഗിക നിലപാട് എന്നതിനപ്പുറത്തേക്ക് KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ നിലപാടാണ് വന്നത്. KCBCയിൽ തന്നെയും വിവിധ ക്രൈസ്തവ സഭകളിൽ തന്നെയും മദ്യവർജനമാണ് വേണ്ടത് എന്ന നിലപാടുള്ളവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഭകൾ ഒറ്റക്കെട്ടായി കൂട്ടായ വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകില്ല എന്നതാണ് അതിന്റെ ആത്യന്തികമായ ഫലമായി ഇപ്പോൾ കാണേണ്ടത്. അതുകൊണ്ട് ആ നിലയ്ക്കും സർക്കാർ വലിയ പ്രതിഷേധത്തെ ഇപ്പോൾ ഭയക്കുന്നില്ല. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുകയും വേണ്ട. അതുമായി മുന്നോട്ട് പോകുന്നതിന് ഇപ്പോൾ കാര്യമായ ഒരു വെല്ലുവിളിയോ തടസ്സമോ സർക്കാർ നേരിടുന്നില്ല എന്നതാണ് അതിലെ വസ്തുത. ശരി, അഖിലും സജോ ദേവസ്യമാണ് വിവരങ്ങൾ നൽകിയത്. അതായത് ചില കോളിളക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് സമയമേകീകരണവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് സർക്കാരിന് നിലവിലുള്ളത്.